മിഡിൽ ഈസ്റ്റ് അവർ തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സൗദിയിലെ പ്രമുഖ ആശുപത്രികളും വിമാനത്താവളങ്ങളും സ്വകാര്യവൽക്കരിക്കുന്നു. ലക്ഷ്യം $200 മില്യൺ ലാഭം. സ്ഥാപനങ്ങളുടെ പരിവർത്തനത്തിന് നീക്കം തുടങ്ങിയതായി സാമ്പത്തിക സഹമന്ത്രി. ബജറ്റിലൂടെ ലക്ഷ്യം വെച്ച നേട്ടം കൈവരിക്കുമെന്നും മന്ത്രി. പെട്രോളിന് അന്താരാഷ്ട്ര വിപണിയിൽ നേരിയ വിലയിടിവ് ഉൽപാദന നിയന്ത്രണത്തിലെ ആശങ്കയെ തുടർന്ന്. ഉൽപാദന നിയന്ത്രണ കാലാവധി ജൂണിൽ അവസാനിക്കും. ഉൽപാദന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഒപെക് രാജ്യങ്ങളുടെ യോഗം അടുത്ത മാസം. കുവൈത്തിൽ പാർപ്പിടകാര്യ മന്ത്രിക്കെതിരെ കുറ്റവിചാരണ നോട്ടീസ്. നടപടി പാർപ്പിട നയം നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചതായും ആരോപണം. സൗമ്യ കേസിൽ ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷയില്ല. കൊലക്കുറ്റം സ്ഥാപിക്കാനുള്ള സർക്കാരിന്റെ അവസാന ഹർജിയും സുപ്രീം കോടതി തള്ളി. നീതി പ്രതീക്ഷിച്ചിരുന്നുവെന്ന് സൗമ്യയുടെ അമ്മ. സർക്കാരിന് ജനം മാപ്പ് കൊടുക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. പുനർനിയമന വിധി നടപ്പാക്കാൻ തയ്യാറാകാത്ത സർക്കാരിനെതിരെ ടി.പി. സെൻകുമാർ സുപ്രീം കോടതിയിലേക്ക്. കോടതിയലക്ഷ്യ ഹർജി നൽകും. നളിനി നെറ്റോയെ എതിർകക്ഷിയാക്കും. പുനഃപരിശോധനാ സാധ്യത തേടി സർക്കാർ. മുതിർന്ന അഭിഭാഷകരോട് നിയമോപദേശം തേടി. കുവൈത്തിൽ പാർപ്പിടകാര്യ മന്ത്രിക്കെതിരെ കുറ്റവിചാരണ നോട്ടീസ്. പാർപ്പിട നയം നടപ്പാക്കുന്നതിൽ മന്ത്രി പരാജയപ്പെട്ടതായും പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചതായും ആരോപിച്ച് ഷുഐബ് അൽ മുവൈസിരി എംപിയാണ് പാർപ്പിടകാര്യമന്ത്രി യാസർ അബലിനെതിരെ ഗ്രില്ലിംഗ് നോട്ടീസ് നൽകിയത്. പൗരന്മാരുടെ പാർപ്പിട പ്രശ്നം കുവൈത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് കുറ്റവിചാരണയ്ക്ക് അനുമതി തേടി സമർപ്പിച്ച നോട്ടീസിൽ ഷുഐബ് അൽ മുവൈസിരി ചൂണ്ടിക്കാട്ടി. 1993 രാജ്യത്ത് പാർപ്പിട നിയമം പാസാക്കിയത്. വീടിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർക്ക് 3 വർഷത്തിനുള്ളിൽ സർക്കാർ വീട് നിർമ്മിച്ചു നൽകണമെന്നായിരുന്നു നിയമം. നിയമം പാസാക്കി 15 വർഷം പിന്നിട്ടിട്ടും പാർപ്പിട പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. 1,10,000 സ്വദേശികളാണ് വീടിനായി കാത്തിരിക്കുന്നത്. ഇത് രാജ്യത്തെ മൊത്തം കുടുംബങ്ങളുടെ പകുതി വരും. വൻകിട ഭവന പദ്ധതികളുമായി ബന്ധപ്പെട്ട് മന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കുകളിൽ വൈരുദ്ധ്യമുണ്ടെന്നും ഷുഐബ് അൽ മുവൈസിരി ആരോപിച്ചു. ജാബിർ അഹമ്മദ് ഭവന പദ്ധതിയിൽ 600 വീടുകൾക്ക് മാത്രമാണ് കേടുപാടുള്ളത് എന്നാണ് മന്ത്രി പാർലമെന്റിൽ വിശദീകരിച്ചത്. എന്നാൽ ഹൗസിംഗ് അതോറിറ്റി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 4500 വീടുകൾക്കെങ്കിലും അറ്റകുറ്റപ്പണി ആവശ്യമായിട്ടുണ്ട്. തെറ്റായ കണക്കുകൾ നൽകി മന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഗ്രില്ലിംഗ് നോട്ടീസിൽ പറയുന്നു. കുറ്റവിചാരണ നേരിടാൻ താൻ തയ്യാറാണെന്നും ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടിയുണ്ടെന്നും മന്ത്രി യാസർ അബുൽ പ്രതികരിച്ചു. മെയ് 9 ചേരുന്ന പാർലമെന്റ് യോഗത്തിൽ കുറ്റവിചാരണ പ്രമേയം ചർച്ചക്കെടുക്കുമെന്ന് സ്പീക്കർ മർസൂഖ് അൽഖാനും അറിയിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. വാഹനാപകട കാരണം കണ്ടെത്താൻ വാഹനങ്ങളിലെ EDR സൗകര്യം പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ സംവിധാനം ഉപയോഗപ്പെടുത്തി അപകട കാരണം കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ് അധികൃതർ ആലോചിക്കുന്നത്. സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ പ്രവർത്തനമാണ് EDR അഥവാ ഇവന്റ് ഡാറ്റ റെക്കോർഡർ എന്ന ഉപകരണം നിർവഹിക്കുന്നത്. വാഹനത്തിന്റെ ചലനങ്ങൾ പൂർണ്ണമായും രേഖപ്പെടുത്തുന്ന ഉപകരണത്തിന്റെ സാധ്യതകൾ വികസിത രാജ്യങ്ങളിൽ കേസന്വേഷണത്തിന് ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. മുൻനിര വാഹന നിർമ്മാതാക്കൾ EDR സഹിതമാണ് വാഹനങ്ങൾ പുറത്തിറക്കുന്നത്. കുവൈത്തിൽ വാഹനങ്ങളിൽ EDR നിർബന്ധമാക്കുന്നതിനെക്കുറിച്ച് അധികൃതർ ആലോചിക്കുന്നുണ്ട്. നിലവിൽ ഈ ഉപകരണമില്ലാത്ത വാഹനങ്ങളിൽ അത് ഘടിപ്പിക്കുന്നതിന്റെ സാധ്യതകളും അധികൃതർ ആരാഞ്ഞുവരികയാണ്. ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ വാഹന ഏജൻസിയുടെ സഹായത്തോടെ EDR ഡീകോഡ് ചെയ്താൽ അപകടം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ട്രാഫിക് വകുപ്പിന്റെ കണക്കുകൂട്ടൽ. മീഡിയ 1 കുവൈറ്റ് സിറ്റി. പഴം പച്ചക്കറി ഇറക്കുമതി നിരോധനം സംബന്ധിച്ച് ഒമാൻ UAE അധികൃതർ ചർച്ച നടത്തിയതായി കാർഷിക ഫിഷറീസ് മന്ത്രാലയം അറിയിച്ചു. കാർഷിക ഫിഷറീസ് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് ബിൻ നാസർ അൽ ബക്രിയും ഒമാനിലെ UAE അംബാസഡർ മുഹമ്മദ് അൽ സുവൈദിയുമാണ് കൂടിക്കാഴ്ച നടത്തിയത്. നിരോധത്തിന്റെ വിശദവിവരങ്ങൾക്ക് പുറമെ ഉയർന്ന തോതിൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയ ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ലഭിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളും ചർച്ചയിൽ ഉയർന്നു. ഉൽപ്പന്നങ്ങളിലെ കീടനാശിനിയുടെ അളവ് സംബന്ധിച്ച കണക്കുകൾ 2010 മുതൽ ഇരു രാഷ്ട്രങ്ങളിലെയും മന്ത്രാലയങ്ങൾ പങ്കുവച്ചു വരുന്നതായി ഡോക്ടർ അൽ ബക്രി ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചു. ഇതനുസരിച്ച് കൃഷിയിടങ്ങളിൽ പരിശോധന ശക്തമാക്കുകയും അനുബന്ധ മാനദണ്ഡങ്ങൾ കർക്കശമാക്കുകയും ചെയ്തിട്ടുണ്ട്. GCC രാഷ്ട്രങ്ങൾ തമ്മിലെ പൊതുധാരണ പ്രകാരവും മറ്റും ഉപയോഗം നിരോധിച്ചതും നിയന്ത്രിത ഉപയോഗം നിലവിലുള്ളതുമായ കീടനാശിനികളെക്കുറിച്ചും അംബാസഡർക്ക് വിശദീകരിച്ചു നൽകി. കീടനാശിനി രജിസ്ട്രേഷൻ, ലബോറട്ടറി പരിശോധനകൾ തുടങ്ങിയവയുടെ നടപടിക്രമങ്ങളും അംബാസഡർക്ക് മനസ്സിലാക്കി നൽകി. GCC രാഷ്ട്രങ്ങൾ തമ്മിൽ ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുന്ന കാർഷികോൽപ്പന്നങ്ങളുടെ സുരക്ഷയും നിലവാരവും ഉറപ്പാക്കുന്നതിനായുള്ള സഹകരണം തുടങ്ങുന്നത് സംബന്ധിച്ച ഒമാൻ മന്ത്രാലയത്തിന്റെ
കാഴ്ചപ്പാട് UAE കാലാവസ്ഥാ പരിസ്ഥിതികാര്യ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അംബാസഡർ പറഞ്ഞു. നിരോധനം സംബന്ധിച്ച UAE മന്ത്രാലയത്തിന്റെ അറിയിപ്പ് പുറത്തുവന്ന ശേഷം കാർഷിക ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഒമാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന 98% കാർഷിക ഉൽപ്പന്നങ്ങളിലും കീടനാശിനികളുടെ സാന്നിധ്യം അന്താരാഷ്ട്ര തലത്തിൽ അനുവദനീയമായതിലും താഴെയാണെന്ന് അറിയിച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ കൃഷിയിടങ്ങളിലെയും മറ്റും നിരീക്ഷണം കർക്കശമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. മീഡിയ 1 മസ്കത്ത്. എണ്ണപ്പാടങ്ങളുടെ നാട്ടിൽ 100 മേനി നെല്ല് വിളയിച്ച് ഷാർജയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ചരിത്രം കുറിച്ചു. നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചാണ് മരുഭൂമിയിൽ ഈ കുട്ടികൾ വിജയം കൊയ്തത്. ആവേശകരമായിരുന്നു മരുഭൂമിയിലെ കൊയ്ത്തുത്സവം. കൊയ്ത്തുപാട്ടിന്റെ അകമ്പടിയിൽ തന്നെ കുട്ടികൾ കതിര് കൊയ്യാൻ പാടത്തിറങ്ങി. ജൈവകൃഷി സംരംഭങ്ങളിലൂടെ ശ്രദ്ധേയനായ സുധീഷ് ഗുരുവായൂരിന്റെ ഷാർജ മൻസൂറയിലുള്ള വീട്ടുവളപ്പിലാണ് മാസങ്ങൾക്ക് മുമ്പ് കുട്ടികൾ വിത്തെറിഞ്ഞത്. 5 മാസം കാലം നമുക്ക് ഒരുപാട് എന്താ പറയാ പ്രകൃതിയുടെ ഭാഗത്താണ് കാറ്റ്, മഴ അത് വന്നിരുന്നു. അതുപോലെ കൂടാതെ നമ്മൾ കീടങ്ങൾ, തണ്ടുതിരുപ്പം പുഴു, ചാഴി അങ്ങനെയുള്ള ആക്രമണങ്ങൾ നമുക്ക് ഈ നെല്ലിനെ ആക്രമിച്ചിരുന്നു. കുട്ടികൾ വന്ന് പരിപാലിച്ച് ഇടയ്ക്ക് വന്നിട്ട് ഇന്ത്യൻ സ്കൂള് ഷാർജ, അതുപോലെ ഇന്റർനാഷണൽ എല്ലാ സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നിവിടെ 100 മേനി വിളവിനൊപ്പം 100 പാഠങ്ങളും കുട്ടികൾ പാടത്തു നിന്ന് പഠിച്ചു. ഇതിന്റെ കഷ്ടപ്പാടും 5 മാസം മുമ്പ് ഞാൻ നട്ടതിന്റെ കഷ്ടപ്പാടും പിന്നെ ഇവിടെ കൊയ്തതിന്റെ കഷ്ടപ്പാടൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിന്റെ ഇനിയിപ്പോ നാട്ടിലൊക്കെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കർഷകരുടെ കഷ്ടപ്പാടൊക്കെ നമുക്കിപ്പോ മനസ്സിലായി. അതുകൊണ്ട് ഇനി ഭക്ഷണമൊന്നും ഞങ്ങൾ കളയില്ല. പരീക്ഷണം വിജയിച്ച സാഹചര്യത്തിൽ കൂടുതൽ സ്ഥലത്ത് വിത്തിറക്കാനാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ തീരുമാനം. ഇതൊരു വലിയ ലാർജ് സ്കെയിലിൽ ഷാർജ ഇന്ത്യൻ സ്കൂളിന്റെ പുതിയ സ്ഥലത്ത് ചെയ്യാൻ വേണ്ടി സുധീഷ് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. മണ്ണിനെ മറന്നുപോയവർക്ക് മരുഭൂമിയിൽ നിന്ന് വഴികാട്ടുകയാണ് ഈ കൊയ്ത്തുത്സവം. സുഹേൽ മണ്ണാർക്കാടിനൊപ്പം ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ. വേറിട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മുതിർന്നവർക്ക് വഴികാട്ടുകയാണ് ഖത്തറിലെ ഒരു കൂട്ടം സ്കൂൾ വിദ്യാർത്ഥികൾ. തൊഴിൽ പ്രശ്നങ്ങളിൽപ്പെട്ട വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്ന വീട്ടുവേലക്കാരികൾക്ക് സാമ്പത്തിക സഹായം എത്തിച്ചാണ് ഈ കുട്ടികൾ മാതൃകയാകുന്നത്. വിവിധ തൊഴിൽ പ്രശ്നങ്ങളിൽപ്പെട്ട് ഖത്തറിലെ ഇന്ത്യൻ എംബസിയിൽ അഭയം തേടിയ വീട്ടുവേലക്കാരികളെ തേടിയാണ് ഈ വിദ്യാർത്ഥികൾ എംബസിയിലെത്തിയത്. വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങാനിരിക്കുന്ന ഗദ്ദാമ്മമാർക്ക് തങ്ങളാൽ കഴിയുന്ന ധനസഹായം നൽകാമെന്ന് ഇന്ത്യൻ സ്ഥാനപതി പി കുമരനെ അറിയിച്ചു. കുട്ടികൾ പിരിച്ചെടുത്ത സംഖ്യ ഏറ്റുവാങ്ങിയ അംബാസഡർ ഏറെ നേരം അവരോടൊപ്പം ചെലവഴിച്ചു. ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ റിസയാണ് ഈ കുട്ടി സംഘത്തിന്റെ നേതാവ്. പിന്നെ MS, DPS, DMIS ഈ ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂൾ, ഈ സ്കൂളിലുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു. രക്ഷിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വിശേഷാവസരങ്ങളിൽ ലഭിക്കുന്ന പണവും സ്നേഹതീരം കുടുംബ കൂട്ടായ്മയിൽ നിന്ന് സ്വരൂപിച്ച സംഖ്യയും ചേർത്താണ് 5ലും 6ലുമൊക്കെ പഠിക്കുന്ന ഇവരോരോരുത്തരും ഗദ്ദാമ്മമാരെ സഹായിക്കാനെത്തിയത്. രക്ഷിതാക്കളുടെയും ബന്ധുക്കളുടെയും സഹകരണത്തോടെ ജീവകാരുണ്യ രംഗത്ത് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹവും ഇവർക്കുണ്ട്. സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത പ്രവാസ ലോകത്ത് ഫാത്തിമ റിസയും കൂട്ടുകാരും നടത്തിയത് വേറിട്ട ഒരു സേവന പ്രവർത്തനമായിരുന്നു. ദോഹയിൽ നിന്ന് മുജീബ് റഹ്മാൻ, മീഡിയ 1. ബഹ്റൈനിലെ ടൂറിസം രംഗത്തെ വളർച്ചയ്ക്കുതകുന്ന രീതിയിൽ വിവിധ പദ്ധതികൾക്ക് സർക്കാർ അംഗീകാരം നൽകി. ഇതിന്റെ ഭാഗമായി അടുത്ത 5 വർഷത്തിനുള്ളിൽ 15 വൻകിട ഹോട്ടലുകളും റിസോർട്ടുകളും നിർമ്മിക്കും. $10 ബില്യൺ പദ്ധതികളാണ് രാജ്യത്ത് നടപ്പിലാക്കുക. രാജ്യത്തെ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖല 3% വളർച്ച നേടിയതായി ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആദ്യപാദ സാമ്പത്തിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ ഹോട്ടലുകളും റിസോർട്ടുകളും വരുന്നത് ടൂറിസം മേഖലയ്ക്ക് കരുത്താകുമെന്ന് EDB ചീഫ് എക്സിക്യൂട്ടീവ് ഖാലിദ് അൽ റുമൈഹി പറഞ്ഞു. ലോക തൊഴിലാളി ദിനമായ മെയ് 1 ബഹ്റൈനിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഗവൺമെന്റ് മന്ത്രാലയങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അന്നേ ദിവസം അവധിയായിരിക്കും. പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ ഓഫീസിൽ നിന്നാണ് ഇക്കാര്യം അറിയിച്ചത്. 10 ദിവസം നീണ്ടുനിന്ന ഷാർജയിലെ കുട്ടികളുടെ വായനോത്സവത്തിന് നാളെ തിരശീല വീഴും. വാരാന്ത്യ അവധി കൂടിയായതിനാൽ അവസാന ദിവസം കുട്ടികളുടെ വലിയ തിരക്കാണ് മേളയിൽ പ്രതീക്ഷിക്കുന്നത്. ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിലെത്തിയ കുട്ടികളുടെ എണ്ണത്തിൽ ഇക്കുറി റെക്കോർഡ് സൃഷ്ടിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. കഴിഞ്ഞ വർഷം 2.5 ലക്ഷത്തിലേറെ കുട്ടികളെത്തിയ മേളയിൽ ഈ വർഷം 3 ലക്ഷത്തിലേറെ കുട്ടികളെയാണ് ഷാർജ ബുക്ക് അതോറിറ്റി പ്രതീക്ഷിക്കുന്നത്. വായനയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല, എഴുത്തുകാരായ കുട്ടികൾക്കും മേള വലിയ അവസരമാണ് തുറന്നുകൊടുത്തത്.
റീഡിംഗ് ഫെസ്റ്റിവൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം കുട്ടികളിൽ വായന എന്നൊരു ടാലൻറ്റ് എന്നൊരു ആക്ടിവിറ്റി അവരിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് ഇത്. കാരണം പലതരം ആക്ടിവിറ്റിയിലൂടെയാണ് കുട്ടികൾ കാര്യങ്ങൾ അറിയുന്നത്. അത് അവരുടെ ഒരു ലെവലിൽ നിന്ന് അവരെ മനസ്സിലാക്കാൻ പറ്റിച്ച അതാണ്. അവസാന ദിവസം രാവിലെ 9 മുതൽ രാത്രി 8 വരെയാണ് പരിപാടികൾ. 8 വയസ്സുള്ള ഇന്ത്യൻ എഴുത്തുകാരി അനാഹിത ചൗഹാന്റെ പുസ്തക പ്രകാശനത്തിനും മേള വേദിയാകും. വിവിധ വേദികളിലായി 54 പരിപാടികൾക്കാണ് ശനിയാഴ്ച മേള സാക്ഷിയാവുക. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. വീണ്ടും വാർത്തകളിലേക്ക്. ഖത്തറിലെ ഹമദ് ആശുപത്രിയിൽ ദീർഘകാലം മോർച്ചറി ജീവനക്കാരനായിരുന്ന അബ്ദുൽ അസീസ് ഹൃദയാഘാതം മൂലം മരിച്ചു. മേപ്പയൂർ ജനകീയ മുക്ക് സ്വദേശിയായ ഇദ്ദേഹം ദോഹയിലെ താമസ സ്ഥലത്ത് വെച്ച് ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മുണ്ടുമൊഴിക്കാരുടെ ഹാജിയാർ നാട്ടിലേക്ക്. 35 വർഷത്തെ പ്രവാസത്തിനിടെ അപൂർവമായാണ് അവധി ആഘോഷത്തിന് ഹാജിയാർ എന്ന അക്ബർ ഹാജി നാട്ടിലെത്തിയിട്ടുള്ളത്. റിയാദിൽ നിന്ന് ശനിയാഴ്ച രാത്രിയാണ് അക്ബർ ഹാജി നാട്ടിലേക്ക് തിരിക്കുക. പ്രവാസത്തിന്റെ ഉള്ളുപൊള്ളിക്കുന്ന ജീവിത പരീക്ഷണങ്ങളുടെ തുടർക്കഥയാണ് ഹാജിയാർ എന്ന അക്ബർ അലിക്ക് പങ്കുവെക്കാനുള്ളത്. 1982 കോഴിക്കോട് നിന്ന് സൗദിയിലേക്ക് പുറപ്പെട്ട ഹാജിയാർ ആദ്യം മുംബൈയിലാണ് എത്തിയത്. 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റിയാദിലെത്തി. സൗദിയിലെത്തി 6 മാസത്തിനിടെ സഹപ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു. തുടർന്ന് മൃതദേഹവുമായി നാട്ടിലേക്ക് പോകേണ്ടി വന്നു. പിന്നീട് ദീർഘമായ ഇടവേളകളിൽ മാത്രമേ ഹാജിയാർക്ക് ജന്മനാട് കാണാനായുള്ളൂ. 1982 ഇപ്പോഴത്തെ പഴയ എയർപോർട്ട്, അതായത് സുലൈമാനിയ പഴയ എയർപോർട്ടിലാണ് വന്നിറങ്ങിയത്. ആ എയർപോർട്ടിൽ നിന്നാണ് നമ്മളെ കമ്പനി വണ്ടി കൊണ്ടുവന്നിട്ട് നമ്മളെ ഗോഡൗണിൽ കൊണ്ടുപോകുന്നത്. ജോലിയും കച്ചവടങ്ങളുമായി മാറിമറിഞ്ഞ ജീവിതം, പരീക്ഷണങ്ങൾ ഓരോന്നും പരാജയത്തിൽ കലാശിച്ചു. ഇതിനിടെ ജന്മനാടിനെ മറന്ന ഹാജിയാർ പരീക്ഷണങ്ങളുടെ പെരുമഴക്കാലത്തെ അതിജീവിച്ചാണ് 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നാട്ടിലെത്തുന്നത്. പോയ 3.5 പതിറ്റാണ്ടിനിടെ ആധുനിക റിയാദിന്റെ വളർച്ചയോടൊപ്പം സഞ്ചരിച്ച അപൂർവം പ്രവാസികളിൽ ഒരാൾ കൂടിയാണ് ഹാജിയാർ. 2000 ഞാൻ ലാസ്റ്റ് അവസാനമായിട്ട് ഇവിടുന്ന് നാട്ടിൽ പോണത്. ഈ ഇത്രയും 2017 വർഷം കാരണം പിന്നെ സാമ്പത്തികമായ വിഷയം തന്നെ, ബിസിനസ് ചെയ്തതിൽ കുറേ പൈസ പൊട്ടിപ്പോയി. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വളരെയധികം പരാജയത്തിൻ്റെ പേരിലാണ് ഞാൻ ഇത്രയും വർഷം നിൽക്കേണ്ടി വന്നത്. റീ എൻട്രിയിലാണ് പോണത്. ഞായറാഴ്ച നാട്ടിലെത്തുന്ന ഹാജിയാർക്ക് വിപുലമായ വരവേൽപ്പാണ് പ്രവാസി സുഹൃത്തുക്കളുടെ സഹകരണത്തോടെ നാട്ടുകാർ ഒരുക്കുന്നത്. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. തിരുവനന്തപുരം സ്വദേശി സംഗമം ജിദ്ദ കമ്മിറ്റി 12ാം വാർഷികം ആഘോഷിച്ചു. കേരളീയ നൃത്ത കലാരൂപങ്ങൾ കോർത്തിണക്കിയ വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. ജീവകാരുണ്യ രംഗത്തെ നിസ്വാർത്ഥ സേവനത്തിന് TSS ഏർപ്പെടുത്തിയ അവാർഡ് ചടങ്ങിൽ വിതരണം ചെയ്തു. ജിദ്ദ ഹംദാനിയ അൽവഫ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ജിദ്ദയിലെ സജീവ ജീവകാരുണ്യ പ്രവർത്തകനും TSS വൈസ് പ്രസിഡന്റുമായിരുന്ന നാസർ വർക്കലയുടെ ഓർമ്മക്കായി ഏർപ്പെടുത്തിയ അവാർഡിന് സയ്യിദ് കൂട്ടായി അർഹനായി. കലാസാമൂഹ്യ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തന മികവ് പരിഗണിച്ച് ഷെൽന വിജയ്, KTA മുനീർ, മരിയാദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഹാഷിം കല്ലമ്പലം അധ്യക്ഷത വഹിച്ചു. കലാസാംസ്കാരിക പരിപാടികൾക്ക് പ്രോഗ്രാം കൺവീനർ അനസ് കല്ലമ്പലം നേതൃത്വം നൽകി. അനന്തപുരി എന്ന അവതരണ ഗാനത്തോടെ കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു. നൃത്താധ്യാപികരായ പ്രസീത മനോജ്, ഷെൽന വിജയ് എന്നിവർ ചിട്ടപ്പെടുത്തി തനത് കേരളീയ കലാരൂപങ്ങൾ കോർത്തിണക്കി അവതരിപ്പിച്ച നൃത്തരൂപങ്ങൾ കാണികൾക്ക് ഹൃദ്യമായ അനുഭവമായി. സാരംഗ് എ മ്യൂസിക്കൽ സറ്റയർ എന്ന സംഗീത പരിപാടി, അറബിക് ഡാൻസ്, ഒപ്പന തുടങ്ങിയ പരിപാടികളും ഏറെ മികവ് പുലർത്തുന്നതായിരുന്നു. സാദിഖ് അലി തവൂർ, മീഡിയ 1, ജിദ്ദ. മലയാളി അമ്മമാരുടെ കൂട്ടായ്മയായ മലയാളി മംസ് മിഡിൽ ഈസ്റ്റ് നിലവിൽ വന്നു. മസ്കത്തിലെ ഒമാൻ അവന്യൂസ് മാളിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ രാജശ്രീ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സാംസ്കാരിക പരിപാടിയായ വിഷു വിസ്മയവും അരങ്ങേറി. മോന മുഹമ്മദാണ് സംഘടനയുടെ കൺവീനർ. സെക്രട്ടറി ശില്പ ജോസഫ് സ്ത്രീകളുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയുമാണ് കൂട്ടായ്മയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. നമസ്കാരം.